ഹായ് നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു 5am സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മാത്സിൻ്റെ സെഷനാണ് 5am ക്ലബ്ബിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കണം പറ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മാത്സിലെ നമ്മളെടുക്കുന്ന ടോപ്പിക്ക് നമുക്ക് ഏതാണെന്ന് എന്ത് ചെയ്യണം പറ നോക്കാം. നമ്മളിന്ന് മാത്സ് 5am ക്ലബ്ബിൽ നമ്മളിന്ന് എടുക്കുന്ന ടോപ്പിക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് മലയാളത്തിൽ നമ്മൾ പറയണ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്നാണ് കേട്ടോ. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്നാണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കൺസെപ്റ്റ് മുഴുവൻ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം പറയണേ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യണം ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് ഇവിടെ എന്ത് ചെയ്യണം ചെയ്യാനായിട്ട് പോകണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ട 2⁻27 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? കണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. 2⁻27 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നാൽ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിവിടെ എന്ത് ചെയ്യണം നോക്കാനായിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം. കൺസെപ്റ്റ് നമ്മളൊന്ന് ക്രോഡീകരിച്ച് ഒറ്റ കൺസെപ്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ആ കൺസെപ്റ്റ് അറിയാൻ വേണ്ടി നമുക്ക് 2ൻ്റെ കുറച്ച് പവേഴ്സ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. 2⁻1ൻ്റെ വില 2 എന്നാണ്. ഓക്കെ, 2⁻2ൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ അത് 4 എന്നാണ്. 2⁻3യുടെ വില എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 8 ആണ്. 2⁻4ൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 16 എന്നാണ്. ഓക്കെ, അടുത്ത് 2⁻5ൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 32 എന്നാണ്. 2⁻6ൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 64 എന്നാണ്. 2⁻7ൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ 128 എന്നാണ്. 2⁻8 എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് 256 256 ആണെന്ന് പറയാം. അടുത്ത് 2⁻9 എന്താണെന്ന് ചോദിച്ചാൽ അത് 512 ആണെന്ന് പറയാം കേട്ടോ. ഇത്രയും മതി. ഇത്രയും നിങ്ങൾ കേട്ടോട്ടോ. നോക്കിയോ, ഇവിടെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മളിതാ ഈ എഴുതിയിരിക്കണല്ലേ, റെഡിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു കാര്യം നോക്ക്. ഈ ഒരു ബോക്സിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം കേട്ടോ. നോക്ക്, ഇത് 2ൻ്റെ മാത്രം പ്രത്യേകത അല്ല കേട്ടോ. ഇത് നിങ്ങൾ അതല്ല ആലോചിക്കണം. ഞാൻ രണ്ടൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളൂ. ഇത് എല്ലാ സംഖ്യകളുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എന്താണ് ആ ഫീച്ചർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊരു സംഖ്യയുടെയും യൂണിറ്റ് ഡിജിറ്റ് കേട്ടോ. ഏതൊരു സംഖ്യയുടെയും യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമാണ് കേട്ടോ. ഓക്കെ, ഈ യൂണിറ്റ് ഡിജിറ്റ് ഈ 4th പവർ കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റഡ് ആണ് കേട്ടോ. നോക്കി 2⁻1 2 ആണ് കേട്ടോ. യൂണിറ്റ് ഡിജിറ്റ് അപ്പം 2 തന്നെയാണ് ഒറ്റയുടെ സ്ഥാനത്ത്. ആദ്യത്തെ അക്കം ബാക്കിൽ നോക്കുമ്പോൾ ആദ്യത്തെ അക്കമാണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം അല്ലേ. ആ അക്കം ഇവിടെ 2 തന്നെയാണ്. 2⁻2 4 ആണ്. അവിടെ യൂണിറ്റ് ഡിജിറ്റ് ആര് തന്നെ പറ 4 ആണ്. 2⁻3 എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 8 ആണ്. 2⁻4 എന്ന് പറഞ്ഞാൽ 16ലെ യൂണിറ്റ് ഡിജിറ്റ് ആരാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 6 ആണ് കേട്ടോ. 6 ആണ്. നോക്ക്, ഇനി 2⁻5 നോക്കട്ടെ. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 4th പവർ കഴിഞ്ഞ് ഏതൊരു സംഖ്യയുടെയും യൂണിറ്റ് ഡിജിറ്റ് 4ാമത്തെ പവർ കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ആവും. കണ്ട, നമുക്ക് 4ാമത്തെ പവർ കഴിഞ്ഞിട്ട് ഇത് അല്ലേ വീണ്ടും റിപ്പീറ്റ് ആവണം. കണ്ട, 2 വീണ്ടും 2. അടുത്ത് 2⁻2 ദാറ്റ് ഈസ് എന്താണ്? അടുത്ത് നോക്കടാ, 2⁻6 4 ആണ്. 7 വീണ്ടും 8 ആണ് കണ്ട. യൂണിറ്റ് ഡിജിറ്റ് 8 ആണ് കണ്ട അല്ലേ. നമുക്ക് അടുത്ത ആരാണ് പറ 6 ആണ് കണ്ട. ഓക്കെ, ഇനി ഈ 4 പവർ കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ആവും കണ്ട. നോക്കുക, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ട 2, അടുത്ത് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4, ഇവിടെ അടുത്ത് യൂണിറ്റ് ഡിജിറ്റ് 8, അടുത്ത് വീണ്ടും 6, വീണ്ടും അത് 2, വീണ്ടും 4, വീണ്ടും 8, വീണ്ടും 6. ഇങ്ങനെ ഇത് എന്ത് ചെയ്യും പറ റിപ്പീറ്റ് ആവും. ഇത് 2ൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഏതൊരു സംഖ്യയുടെയും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഏതൊരു സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്താക്കാം 4ാമത്തെ പവറിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം പറ ആവർത്തിക്കും. ഓക്കെ, അങ്ങനെ 4ാമത്തെ പവറിന് ശേഷം ആവർത്തിക്കും എന്ന് നമുക്ക് 3ൻ്റെ ഉദാഹരണം കൂടെ ഒന്ന് എഴുതി നോക്കാം. 3, അപ്പോൾ സാറ് 2 പറഞ്ഞു, വേറൊരു നമ്പർ പറയാൻ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് 3ൻ്റെ ഉദാഹരണം കൂടെ ഒന്ന് എഴുതാൻ പറ്റുമോ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് 3⁻1 എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 3 ആണ്. 3 സ്ക്വയർ എന്താണെന്ന് ചോദിച്ചാൽ 3യുടെ സ്ക്വയർ 9 ആണ്. 3⁻3 ദാറ്റ് ഈസ് 27 ആണ്. 3⁻4 എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 81 ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് 3⁻5 എത്രയാണെന്ന് ചോദിച്ചാൽ 81 × 3 അല്ലേ. ശരിയല്ലേ? അപ്പം 243 എന്നാണ് വരുന്നത്. നോക്ക്, നിങ്ങൾ നോക്കേണ്ട, ഇത് 3 ആണ്, ഇത് 9 ആണ്, ഇത് 7 ആണ്, ഇത് 1 ആണ്. അടുത്ത് വീണ്ടും കണ്ടാടേ, ഇത് 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ അടുത്ത് ഉറപ്പായിട്ട് 9 ആണ്, അടുത്ത് 7 ആണ്, അടുത്ത് 1 ആണ് കണ്ട. അപ്പോൾ അതിനർത്ഥം ഏതൊരു സംഖ്യയുടെയും യൂണിറ്റ് ഡിജിറ്റ് 4th പവറിന് ശേഷം എപ്പോഴും എന്ത് ചെയ്യണം പറ റിപ്പീറ്റ് ആകും കേട്ടോ. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം പറ അറിഞ്ഞിരിക്കണം. ഈ ഒരു ബേസിക് പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. 2⁻27 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലെ സംഖ്യ എടുത്ത് താഴോട്ട് എഴുതണം കേട്ടോ. 2⁻27 താഴോട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്ത് എന്ത് ചെയ്യണം പറ എഴുതണമെന്ന് എഴുതിക്കോ. ഇനി നിങ്ങൾ പറഞ്ഞ നമ്മളെ പോയിന്റ് കണ്ട ഏതൊരു സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്തേക്കും 4th ഡിജിറ്റ് കഴിഞ്ഞാണ് റിപ്പീറ്റ് ആവണം. അപ്പോൾ 4th ഡിജിറ്റ് കഴിഞ്ഞ് റിപ്പീറ്റ് ആവണോണ്ട് തന്നെ ഏതൊരു സംഖ്യയ്ക്ക് എത്ര വലിയ പവർ തന്നിരുന്നാലും ആ പവറിനെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കണം കേട്ടോ. കണ്ട, പവറാണ് കൃതിയാണ് പവർ കൃതിയെ നമ്മൾ 4
4 കൊണ്ട് ഹരിക്കണം കേട്ടോ. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6 4 24 നമുക്ക് റിമൈൻഡർ 3 എന്ന് കിട്ടും കേട്ടോ. റിമൈൻഡർ എത്രയെന്ന് കിട്ടും പറയാം 3 എന്ന് കിട്ടും. നോക്ക് ഈ 4 എവിടെ നിന്നാണ് വന്നേ? നമ്മൾ ഈ 4 കൊണ്ട് എന്തിനു ഹരിക്കുന്നു എന്ന് ഇനി എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല കേട്ടോ. 4 ഹരിക്കുന്ന റീസൺ ഇതാണ് കേട്ടോ. 4th പവർ കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ആകും എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ 4 ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. അപ്പം എത്ര വലിയ പവർ തന്നിരുന്നാലും ആ പവറിനെ നിങ്ങൾ എത്ര കൊണ്ട് ഹരിക്കണം അവിടെ പറ? 4 കൊണ്ട് ഹരിക്കണം. ഓക്കെ അല്ലേ? അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പം ഇവിടെ വന്ന ശിഷ്ടം 3 എന്നാണ്. അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതൊക്കെ ശിഷ്ടം വരുമെന്ന് ചോദിച്ചാൽ കേട്ടോ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ വരാവുന്ന ശിഷ്ടങ്ങൾ ഇതൊക്കെയാണ്. 1 വരാം, 2 വരാം, 3 വരാം, 0 വരാം കേട്ടോ. ശിഷ്ടം 1 വന്നാൽ എത്ര വലിയ പവറായാലും പിന്നെ നിങ്ങളതിനെ സംഖ്യ റൈസ് ടു 1 എന്നങ്ങ് എന്ത് ചെയ്യണം പറ? മാറ്റി ചെയ്യണം. ഓക്കെ, ഇനി നോക്ക് ശിഷ്ടം 2 വന്നാൽ എത്ര വലിയ പവറായാലും അത് മാറ്റിയിട്ട് സംഖ്യ റൈസ് ടു 2 എന്ന് എഴുതണം കേട്ടോ. നോക്ക് ശിഷ്ടം 3 വന്നാൽ എത്ര വലിയ പവറായാലും അത് മാറ്റിയിട്ട് നിങ്ങൾ സംഖ്യ റൈസ് ടു 3 എന്നും, ശിഷ്ടം 0 വന്നാൽ മാത്രം എത്ര വലിയ പവറായാലും നിങ്ങളത് മാറ്റി സംഖ്യ റൈസ് ടു 4 എന്ന് എന്ത് ചെയ്യണം പറ? മാറ്റി എഴുതണം കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ പവറിനെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഇവിടെ നമ്മൾ ഹരിച്ചപ്പോൾ നമുക്ക് വന്ന ശിഷ്ടം 3 ആണ്. ഈ ശിഷ്ടം 3 സൂചിപ്പിക്കുന്നത് ഈ സംഖ്യ എത്രാമത്തെ ലൈനിൽ വരും എന്നാണ് കേട്ടോ. നോക്ക് ശിഷ്ടം സൂചിപ്പിക്കുന്ന എത്രാമത്തെ ലൈൻ ഏതാണ്? ആ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ലൈൻ കണ്ട. ഇത് ഫസ്റ്റ് ലൈൻ, ഇത് സെക്കൻഡ് ലൈൻ കണ്ട. നോക്ക് ഇത് ഫസ്റ്റ് ലൈനിൽ വരിക. ഇത് കണ്ട സെക്കൻഡ് ലൈനിൽ വരുന്ന സംഖ്യകൾ, ഇത് കണ്ട തേർഡ് ലൈനിൽ വരുന്ന സംഖ്യകൾ, ഇത് കണ്ട 4th ലൈനിൽ വരുന്ന സംഖ്യകൾ കണ്ട. അപ്പോൾ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, 4th ലൈൻ. അപ്പോൾ ശിഷ്ടം അതാണ് സൂചിപ്പിക്കുന്നത് കണ്ട. ശിഷ്ടം 3 സൂചിപ്പിക്കുന്നത് ഈ സംഖ്യ തേർഡ് ലൈനിലാണ് പറഞ്ഞതെന്നാണ് കേട്ടോ. 3ാമത്തെ ലൈനിൽ എന്ത് ചെയ്യും വരുമെന്നാണ്. അപ്പം 3ാമത്തെ ലൈനിൽ വരികയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ റൈസ് ടു ആ ശിഷ്ടം എന്ന് അങ്ങ് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, ഈ 2 റൈസ് ടു 27 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, 2 റൈസ് ടു 27, ഈ 27ൻ്റെ പവറിനെ നമ്മൾ ഹരിച്ചപ്പോൾ വന്ന ശിഷ്ടം 3 ആണെങ്കിൽ ഇത് 2 റൈസ് ടു 3യുടെ കണ്ടോ, 2 റൈസ് ടു 3യുടെ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ 2 റൈസ് ടു 3യുടെ കോളത്തിൽ വന്നാൽ 2 റൈസ് ടു 3യുടെ വൺസിൻ്റെ പ്ലേസിൽ ആരാണുള്ളത്? അത് 2ൻ്റെ ക്യൂബായ 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം 8 ആണ് ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യയുടെ പവറിനെ നിങ്ങൾ എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 4 എന്തെന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞല്ലേ. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ശിഷ്ടങ്ങൾ കിട്ടാം പറ? 1 കിട്ടാൻ, 2 കിട്ടാം, 3 കിട്ടാം, 0 കിട്ടാം കേട്ടോ. ശിഷ്ടം ഏതൊക്കെ കിട്ടാമെന്ന് ചോദിച്ചാൽ നോക്ക്, നിങ്ങൾ ഇതിനെ ഇവിടെ നോക്കിക്കോ. ശിഷ്ടം 1, 2, 3, 0 വരെ. ഓക്കെ, 1 വന്നാൽ അത് ഫസ്റ്റ് ലൈനിലാണ്. അപ്പോൾ സംഖ്യ റൈസ് ടു 1 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ശിഷ്ടം 2 വന്നാൽ അത് സെക്കൻഡ് ലൈനിലാണ്. അപ്പോൾ സംഖ്യ റൈസ് ടു 2 എന്നാണ് ആൻസർ. ശിഷ്ടം 3 വന്നാൽ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വേണ്ട, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ശിഷ്ടം 3 വന്നാൽ അത് സംഖ്യ റൈസ് ടു 3 എന്ന് മാറ്റി എഴുതാം. കാരണം അത് തേർഡ് ലൈനിലാണ്. 0 വന്നാൽ മാത്രം ഒന്ന് ഓർത്ത് വെച്ചോണം. ശിഷ്ടം 0 വന്നാൽ അത് 4th ലൈനിലാണ്. ശിഷ്ടം 5, 6 ഒന്നും വരില്ല. 4 കൊണ്ട് ഹരിച്ചാൽ വരാവുന്ന ശിഷ്ടങ്ങൾ ഈ പറഞ്ഞത് മാത്രമാണ്. 1, 2, 3, 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ശിഷ്ടം 0 വന്നാൽ നമുക്കതിനെ സംഖ്യ റൈസ് ടു 4, കാരണം അത് 4th ലൈനിലാണെന്ന് പറയാം കേട്ടോ. ഇത് തേർഡ് ലൈനിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ 2 റൈസ് ടു 27ൻ്റെ വില കണ്ടുപിടിക്കേണ്ട, 2 റൈസ് ടു 3യുടെ വില കണ്ടുപിടിച്ചാൽ മതി. 2 റൈസ് ടു 3യുടെ വില എന്തിനാണ് കണ്ടുപിടിക്കണേ? അത് 3ാമത്തെ ലൈനിലാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ 2 റൈസ് ടു 3 അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അതെന്താവും ഇവിടെ പറ? തുല്യമാവും. ആ തുല്യമാവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ എത്രയെന്ന് എഴുതാം പറ? 8 എന്ന് എഴുതാം. കാരണം നമ്മളുടെ ചോദിച്ചിരിക്കണേ 2 റൈസ് ടു 27ൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി അല്ല അല്ലേ? ശരിയല്ലേ? 2 റൈസ് ടു 27ൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിങ്ങനെ. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 റൈസ് ടു 27ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? സാർ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് 2 റൈസ് ടു 27ൻ്റെ വില കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കിട്ടൂലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് വില കണ്ടുപിടിക്കാൻ കഴിയില്ല. 2 റൈസ് ടു 27ൻ്റെ വില എന്ന് പറഞ്ഞാൽ അത് വലിയ നമ്പറാണ്. നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ട് അടിച്ചാൽ പോലും, നമ്മൾ ഈ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാൽക്കുലേറ്റർ, ആ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ പോലും ചിലപ്പോൾ അതിൻ്റെ ആൻസർ 10th പവറിലായിരിക്കും എന്ത് ചെയ്യുക കൊടുത്തിരിക്കുക. ഇപ്പോൾ 2.57 × 10 റൈസ് ടു എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല. അപ്പം കാൽക്കുലേറ്ററിൽ പോലും ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കിത് ഗുണിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രാമത്തെ ലൈനിൽ വരുന്നു എന്നുള്ള കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതുന്നു. അങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് നമുക്കിവിടെ കിട്ടുന്നു. എത്രയാണെന്ന് പറ? 8 ആണെന്ന് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ നോട്ട് നമുക്കൊന്ന് എഴുതാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ നോട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് ഒന്ന് എഴുതി ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു നോട്ട് എന്ത് ചെയ്താൽ മതി പറ? ക്ലിയർ ആയാൽ മതി കേട്ടോ. ഓക്കെ, എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്തെ ആക്കാം എപ്പോഴും 4ാമത്തെ കൃതി പവറിന് ശേഷം വീണ്ടും ആവർത്തിക്കുന്നു. ഓക്കെ, ഒരു കൂടി ഏതൊരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ ആക്കാം എപ്പോഴും 4ാമത്തെ കൃതി എന്ന് പറഞ്ഞാൽ പവറാണ് കേട്ടോ, ശേഷം ആവർത്തിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ഏതൊരു സംഖ്യയുടെയും യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്തെ ആക്കാം എപ്പോഴും 4ാമത്തെ കൃതിക്ക് ശേഷം പവറിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? ആവർത്തിക്കുന്നു. ആയതിനാൽ
തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ കൃതിയെ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ കൃതിയെ നിങ്ങൾ എത്ര കൊണ്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. ഇപ്പോൾ ഈ 4 എവിടുന്ന് വന്നു എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് അല്ലേ? ശരിയല്ലേ? ആ 4ൻ്റെ കാര്യം മാത്രം ക്ലിയർ ആയാൽ മതി. 4 കൊണ്ട് നിങ്ങൾക്ക് ഹരിക്കണം. തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ കൃതിയെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടങ്ങളായ 1, 2, 3, 0 എന്നിവ നമുക്കിവിടെ എന്ത് ചെയ്യണം പരിഗണിക്കുക. അപ്പോൾ ശിഷ്ടങ്ങൾ ഏതൊക്കെ വരുള്ളടാ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചാൽ മതി, കണക്റ്റ് ആയാൽ മതി. ശിഷ്ടം 1, 2, 3, 0 എന്നിവ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. അപ്പോൾ ശിഷ്ടം 1 വന്നാൽ നിങ്ങൾ സംഖ്യ റൈസ് 1 എന്നും, ശിഷ്ടം 2 വന്നാൽ സംഖ്യ റൈസ് 2 എന്നും, ശിഷ്ടം 3 വന്നാൽ സംഖ്യ റൈസ് 3 എന്നും, ശിഷ്ടം 0 വന്നാൽ സംഖ്യ റൈസ് 4 എന്നും നിങ്ങൾ ഇതിന് എന്ത് ചെയ്യണം മാറ്റി തരണം കേട്ടോ. നമുക്ക് ശിഷ്ടം 1 വന്നാൽ അത് സൂചിപ്പിക്കണം ഫസ്റ്റ് ലൈനിലെ സംഖ്യ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ലൈനിലെ സംഖ്യ ആകുമ്പോൾ എത്ര വലിയ പവർ ആയാലും സംഖ്യയുടെ പവർ 1 ആക്കി നിങ്ങൾ മാറ്റി അതിൻ്റെ വില കണ്ടുപിടിച്ച് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എഴുതിയാൽ. ശിഷ്ടം 2 വന്നാൽ ഇത് സെക്കൻഡ് ലൈനിലെന്നാണ്. സെക്കൻഡ് ലൈനിലാണെങ്കിൽ എത്ര വലിയ പവറാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കണമെങ്കിൽ ആ പവർ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് പവർ എഴുതാം? 2 എന്നുള്ള പവർ എഴുതാം. ശിഷ്ടം 3 ആണ് വരണമെങ്കിൽ ആ പവർ മാറ്റിയിട്ട് നിങ്ങളിത് 3ാമത്തെ ലൈനിലായതുകൊണ്ട് തന്നെ പവർ 3 എന്ന് മാറ്റി എഴുതും. ശിഷ്ടം 0 വന്നാലും മാത്രം അത് എത്ര വലിയ പവർ ആയാലും നിങ്ങൾ ആ പവറിന് എത്രയെന്ന് എഴുതണം? 4 എന്ന് എഴുതണം. അപ്പം ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ആ പോയിന്റ് എന്ന് ചോദിച്ചാൽ, ഇതിലെ മാക്സിമം നമുക്ക് 4th പവറെ കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. അതിൽ കൂടുതൽ ഒരു കാരണവശാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരില്ല കണ്ടുപിടിക്കേണ്ടതായിട്ട് എന്ത് ചെയ്യില്ല വരില്ല കേട്ടോ. അല്ലേ? അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ഇവിടുത്തെ ഇത് കൺസെപ്റ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിന്റ് ഇതാണ് കേട്ടോ. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എഴുതിയ ക്വസ്റ്റ്യൻ കേട്ടോ. 4:110 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത്. ഒരു കൂടി 4:110 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത്. കേട്ടോ, ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങൾക്ക് ഈസി ആവും കേട്ടോ. നമ്മുടെ 4:110 ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത്. ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നമുക്ക് കൈ കൊണ്ട് ഗുണിച്ച ഇതിൻ്റെ വില ഒരു കാരണവശാലും കിട്ടില്ല. 4ന് 110 തവണ ഗുണിക്കണം. 4ന് നമ്മളൊരു 4 തവണ ഗുണിക്കുമ്പോൾ തന്നെ നമുക്കത് പാടായിട്ട് വരും. പിന്നെ അങ്ങനെ നമ്മളിത് 110 തവണ ഗുണിക്കുക. അപ്പോൾ ഇതിൻ്റെ വില കണ്ടുപിടിച്ച് ഒരിക്കലും നമുക്കിതിൻ്റെ ആൻസർ എഴുതാനായിട്ട് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയുടെ പവറായ 110നെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കണം. ഈ 4 എവിടെ നിന്ന് വന്നു നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇനി ഇതെനിക്ക് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട കാര്യമില്ല. ആ 4 ഇവിടുത്തെ ബേസ് 4 അല്ല കേട്ടോ. എല്ലാ പവറിനും എത്ര കൊണ്ട് തന്നെയാണ് ഹരിക്കുക? 4 ഉണ്ട്. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 4, 8 ആണ്. ശിഷ്ടം 3, 0 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് 7, 4, 28 ആണ്. ശിഷ്ടം 2 എന്ന് കിട്ടി. കേട്ടോ, അപ്പോൾ ഈ റിമൈൻഡറാണ് നമുക്ക് ആവശ്യം കേട്ടോ. അല്ലേ? റിമൈൻഡർ 2 ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സംഖ്യയെ നിങ്ങളൊക്കെ എന്ത് ചെയ്യാടാ ഈ തന്നിരിക്കുന്ന സംഖ്യ ബേസിക് സംഖ്യയെ നിങ്ങൾക്ക് 2 എന്ന് പറയുന്ന പവറിലോട്ട് മാറ്റി എഴുതാം കേട്ടോ. കാരണം ഇത് സെക്കൻഡ് ലൈനിൽ വരുന്നു എന്നാണ്. ശിഷ്ടം 2 സൂചിപ്പിച്ച 4:110 നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ 4 എണ്ണത്തിൽ എഴുതുള്ളൂ. 2ാമത്തെ ലൈനിലാണ് അത് എന്ത് ചെയ്യണം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് എഴുതാം. 110ൻ്റെ വില വേണ്ട, പകരം നമുക്ക് അതിന് ഏത് വില കണ്ടുപിടിക്കാം? അതിൻ്റെ ചെറിയ വിലയായ 4:2 കണ്ടുപിടിക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് എന്താണെന്ന് പറയുക? 16 എന്ന് പറയാം അല്ലേ? 4 × 4 16 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനം കേട്ടോ. ഒറ്റയുടെ സ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 6 ആണെന്ന് എഴുതാൻ കേട്ടോ. ഇത് നമ്മൾ ആൻസർ ദാറ്റ് ഈസ് 6 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് കഴിയും കേട്ടോ. അല്ലേ? അപ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അടുത്തൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം പോണേ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ? 7:69 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത്. കണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. 7:69 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് ചെയ്തിരിക്കണം ചോദിച്ചിരിക്കണം അല്ലേ? അപ്പോൾ 7:69 69 ആണ് അവിടുത്തെ പവർ. ആ പവർ എത്ര വലുതായാലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? 4 കൊണ്ട് ഹരിക്കാം അല്ലേ? അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 4, 4 ആണ്. ശിഷ്ടം 2, 9 എന്ന് കിട്ടും. 7, 4, 28 ആണ്. റിമൈൻഡർ നമുക്ക് എത്രയെന്ന് എഴുതാം? 1 എന്ന് എഴുതാം കേട്ടോ. ഈ റിമൈൻഡർ സൂചിപ്പിക്കുന്നത് 7:16 ആണെന്ന് പറഞ്ഞ സംഖ്യ ശിഷ്ടം 1ന് തുല്യമായ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലൈനിൽ വരുന്നു എന്നാണ്. അപ്പോൾ 1ാമത്തെ ലൈനിൽ വരുന്നുവെങ്കിൽ ശിഷ്ടം 1 ആണെങ്കിൽ നമുക്ക് ആ സംഖ്യയുടെ പവർ എത്രയായാലും അത് പ്രശ്നമില്ല. 7:16 ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയ വിലയായ 7:1 കണ്ടുപിടിക്കുകയാണ്. 7:1 എന്ന് പറഞ്ഞാൽ 7 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കേട്ടോ. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയാണ്. അത് 7 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റിൽ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് ആരെന്ന് പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 7 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് കഴിയും കേട്ടോ. അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ 58 എന്താണ് 84 കണ്ട ക്വസ്റ്റ്യൻ ശകലം കൂടെ വലുതായേ. 58 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് കേട്ടോ. ഇവിടെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ നോക്ക് 58 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് എന്ന് ചോദിച്ചാൽ നമുക്ക് വൺസിൻ്റെ പ്ലേസ് മാത്രം മതി കേട്ടോ. വൺസിൻ്റെ പ്ലേസ് മാത്രം മതി എന്നുകൊണ്ട് തന്നെ 58 കണ്ടുപിടിക്കേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് ഇവിടെ ഇല്ല. ഇത് വലിയ നമ്പറാണ്.
വലിയ നമ്പറാണ്. അപ്പം വലിയ നമ്പർ വന്നാൽ നമ്മളിത് ചെറുതായിട്ട് എഴുതുമ്പോഴും 58 നമ്മൾ ഗുണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എത്ര വലിയ സംഖ്യ തന്നിരുന്നാൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. അപ്പോൾ 58/84 എന്നാണ് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കണമെങ്കിലും നമുക്കിതാ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ഡിജിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. യൂണിറ്റ് ഡിജിറ്റിൻ്റെ ആവശ്യം കാരണം ഇതിൻ്റെ വില കണ്ടുപിടിക്കാനല്ലല്ലോ നമ്മൾ പോകണത്, നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ യൂണിറ്റ് ഡിജിറ്റ് /64 നമുക്ക് എന്ത് ചെയ്യണം പറയാൻ മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് /64 നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും പറയാൻ മാറ്റി എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ 58/64 തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ വില അല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്, ഒറ്റയുടെ സ്ഥാനത്ത് അക്കമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ 58ൻ്റെ ആവശ്യമില്ല, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റായ 8 മാത്രം മതി. അപ്പോൾ 8/64 ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം പറയാം ചേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പവറായ 64നെ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പറയാം 4 ഉണ്ടായിരിക്കണം അല്ലേ. 1 4 4 ശിഷ്ടം 2 4 കിട്ടും, 6 4 24. റിമൈൻഡർ നമുക്ക് എത്രയെന്ന് എഴുതാം പറ 0 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടിയാണ്ടേ ശിഷ്ടം നമുക്ക് ഇവിടെ കിട്ടിയ എത്രയാണെന്ന് ചോദിച്ചാൽ ശിഷ്ടം നമുക്ക് 0 എന്നാണ് എന്ത് ചെയ്തത് പറ കിട്ടിയത്. ഓക്കെ, അപ്പോൾ റിമൈൻഡർ നമുക്കിവിടെ 0 എന്നാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംഖ്യ വേണ്ട, ഈ സംഖ്യ ഇങ്ങോട്ട് എഴുതാവേ. ഈ സംഖ്യ 0 ശിഷ്ടം കിട്ടണമെങ്കിൽ മാത്രം ആലോചിക്കണം. 4th പവറാണ്, 4th ലൈനിലാണ് എന്ത് ചെയ്യണം പറഞ്ഞത്. അപ്പോൾ 4th ലൈനിൽ വരണോണ്ട് തന്നെ 8/64 എന്ന് പറയുന്ന സംഖ്യ കേട്ടോ, അതിൻ്റെ വില കണ്ടുപിടിക്കേണ്ട, അതിന് പകരം നിങ്ങൾക്ക് 8/4 കണ്ടുപിടിച്ചാൽ മതിയാവും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ 8/4 കണ്ടുപിടിക്കാൻ പോകുന്നത് ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ പോകണേ. 8/4ൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ 8 × 8 × 8 × 8 ആണല്ലേ, ശരിയല്ലേ. ഇതെന്തായാലും ഗുണിക്കേണ്ടി വരും കേട്ടോ, ഇത് വേണ്ടി വരും. ഇത് ഗുണിക്കണ്ട കണ്ട, 8/64 കണ്ടുപിടിക്കുന്നതിന് പകരം 4th പവർ കണ്ടുപിടിക്കാം. 4th പവർ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും കേട്ടോ എപ്പോഴായാലും. അപ്പോൾ 8 × 8 64 വീണ്ടും 8 × 8 64 ആണ് കേട്ടോ. ഇവിടെ ഈ യൂണിറ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് ഈ 6ൻ്റെ ആവശ്യം ഉണ്ടാടെ. നിങ്ങൾ നോക്കണം, 64 ഗുണിക്കേണ്ട ആവശ്യം ഉണ്ടാ ഇല്ല, യൂണിറ്റ് ഡിജിറ്റ് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 × 4 ഗുണിച്ചാൽ 4 × 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 ആണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 6 ആണെന്ന് എഴുതാൻ പറ്റും കേട്ടോ. എത്രയെന്ന് എഴുതാടാ പറ 6 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു എഴുതാനായിട്ട് കഴിയും കേട്ടോ. അതെന്ത് സാറേ 64/64 ഗുണിക്കാത്തതെന്ന് ചോദിച്ചാൽ എന്തിനാണ് 64/64 ഗുണിക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. 64/64 ഗുണിച്ച ഇതിൻ്റെ വില കിട്ടാൻ പോകണം, ഒരിക്കലും കിട്ടാൻ പോകില്ല. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. അപ്പം എപ്പോൾ ഇത് വലിയ സംഖ്യ ആയാലും നിങ്ങൾ യൂണിറ്റ് ഡിജിറ്റിലോട്ട് അതിനെ ചുരുക്കി എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് ഇവിടെ 58 എന്ന് കിട്ടിയതുകൊണ്ട് തന്നെ അവിടെ യൂണിറ്റ് ഡിജിറ്റിലോട്ട് ചുരുക്കി 8/64 അങ്ങനെ 8/64 എഴുതിയപ്പോൾ ഇവിടെ ഗുണിച്ചപ്പോഴത്തേക്ക് 8 × 8 64 വന്നപ്പം ഈ 64നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയടാ പറ എന്ത് ചെയ്യാൻ പറ്റി നോക്ക്. 6 യൂണിറ്റ് ഡിജിറ്റായ 4 × 4 മാറ്റാൻ പറ്റി. അപ്പോൾ 16 ആണ് കേട്ടോ. അവിടെയും 16ലെ യൂണിറ്റ് ഡിജിറ്റ് മാത്രമല്ലേ എടുക്കണുള്ളൂ. യൂണിറ്റ് ഡിജിറ്റ് ആയിരുന്നു തന്നെ എഴുതാടാ പറ 6 എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം പറ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളിതെല്ലാം എന്ത് ചെയ്തോണം പറ ക്ലിയർ ചെയ്തോണം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പഠിക്കാൻ വേണ്ടി നമ്മൾ എഴുതണ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. 43/77 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദിക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ 43/77 ഇതാ ഇവിടെ എഴുതാണ് കേട്ടോ. 43/77 ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കിവിടെ 43യുടെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് 43യുടെ ആവശ്യമില്ലാത്ത? യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി കേട്ടോ. 3/77 മാത്രം മതി. ഓക്കെ, അങ്ങനെ നമുക്ക് നേരെ യൂണിറ്റ് ഡിജിറ്റ് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 77 ആണല്ലോ പവർ, ആ പവറിനെ നമ്മൾ എത്ര ഉണ്ടായിരിക്കും 4 ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 1 4 4 ശിഷ്ടം 3 7 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടണേ. 7 എന്താണ് 9 4 എത്രയാണ് പറ 36 ആണ്. റിമൈൻഡർ നമുക്ക് എത്രയെന്ന് കിട്ടും ഇവിടെ പറ 1 എന്ന് എന്ത് ചെയ്യും പറ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ കിട്ടി. റിമൈൻഡർ എത്രയാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ 1 എന്നാണ് കിട്ടിയത്. റിമൈൻഡർ 1 കിട്ടിയാൽ അതിനർത്ഥം ആ സംഖ്യ ഇപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ എത്രാമത്തെ ലൈനിലാണ് വരുന്നത്? ഫസ്റ്റ് ലൈനിലാണ് വരുന്നത് കേട്ടോ. ശരിയല്ലേ. ഫസ്റ്റ് ലൈനിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനായ 3/77 എന്ന് പറയുന്ന സംഖ്യയെ മാറ്റി ഫസ്റ്റ് ലൈനിലെ ചെറിയ സംഖ്യയായ 3/1 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 3/1ൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ എഴുതണം. വില എത്രയാണെന്ന് എഴുതണം. അവിടെ പറ 3 ആണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു എഴുതാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ ഇത്രയും ക്വസ്റ്റ്യനിൽ നിങ്ങൾ യൂണിറ്റ് ഡിജിറ്റ് ക്ലിയർ ആയെന്ന് ഞാൻ എന്ത് ചെയ്യണം പറ വിശ്വസിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് എന്ത് ചെയ്യണം പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് സപ്പോർട്ടിംഗ് പോയിന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ ആഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇത് വെച്ച് നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ നമുക്കിതിലൊരു ചെറിയൊരു സപ്പോർട്ടിംഗ് കാര്യം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. അതും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആവും കേട്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് സംഖ്യ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാൽ ഈ പറയുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അവിടെ നോക്ക്. 6/72 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത് എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കണം കേട്ടോ. 6/72 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം പറ ചോദിക്കുകയാണെന്ന് നിങ്ങൾ കരുതിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ കേട്ടോ ഇവിടെ
ചില നമ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ആ നമ്പേഴ്സ് ഇതാ കിടക്കണ വേണം കേട്ടോ. ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ 0156 കേട്ടോ. അതാ താഴോട്ട് എഴുതാവേ 0156 കേട്ടോ. അതാ ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഖ്യകൾക്ക് എത്ര വലിയ പവർ തന്നിരുന്നാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അതേ സംഖ്യ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് 6ൻ്റെ ഉദാഹരണം എടുക്കാവേ. 6/1 6 കേട്ടോ. 6ൻ്റെ സ്ക്വയർ 36 കേട്ടോ. 6ൻ്റെ ക്യൂബ് 216 കേട്ടോ. 6/4 എന്ന് പറഞ്ഞാൽ 1296 തോന്നുന്നു, ഉറപ്പില്ല, ഈ വാല്യൂ ഉറപ്പില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ നോക്ക്, എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് എന്ത് ചെയ്യോടെ പറ, അത് ഉറപ്പായിട്ട് എന്ത് ചെയ്യോടെ പറ, റിപ്പീറ്റ് ആവണുണ്ട് കേട്ടോ. റിപ്പീറ്റ് ആവണുണ്ട്. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ്, ഏതൊരു സംഖ്യയുടെയും യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും ഫോർത്ത് പവർ കഴിഞ്ഞാൽ റിപ്പീറ്റ് ആവുമെങ്കിൽ ഈ പറഞ്ഞ സംഖ്യകൾക്ക് ഏതൊക്കെ 0156 എന്നീ സംഖ്യകളുടെ യൂണിറ്റ് ഡിജിറ്റ് എല്ലായിടത്തും തുല്യമാണ് കേട്ടോ. ഒരു മാറ്റമില്ല. ഏത് പവർ വന്നാലും യൂണിറ്റ് ഡിജിറ്റ് ദ സെയിം സംഖ്യയാണ്. ഒരിക്കലും അതിലെന്തില്ല പറ, മാറ്റമില്ല കേട്ടോ. ആ മാറ്റമില്ല കണ്ട. 6/1 6 ആണ്. 6ൻ്റെ സ്ക്വയർ 36 ആണ്. 6/3 216 കണ്ട. 6/4 1296 കണ്ട. യൂണിറ്റ് ഡിജിറ്റ് 6ൽ എല്ലായിടത്തും തുല്യമാണ്. 6 6 6 6 കണ്ട. അപ്പോൾ ഇത് ഈ 4 സംഖ്യകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഏതൊക്കെയാണ് ആ 4 സംഖ്യകളെന്ന് ചോദിച്ചാൽ 0156 കേട്ടോ. ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നമ്പറാണ്, നമുക്കറിയാവുന്ന നമ്പേഴ്സാണ്. 0156 എന്നീ സംഖ്യകൾക്ക് എത്ര വലിയ പവർ തന്നാലും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ദ സെയിം നമ്പർ തന്നെ ആയിരിക്കും. ഒരിക്കലും അത് എന്തില്ല പറ, മാറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കാടാ. നമുക്ക് 0156 എന്നീ സംഖ്യകൾക്ക് എത്ര വലിയ കൃതി പവർ തന്നിരുന്നാലും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഇതേ സംഖ്യ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് 0156 എന്നീ സംഖ്യകൾക്ക് എത്ര വലിയ കൃതി പവർ തന്നിരുന്നാലും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ അതേ സംഖ്യ തന്നെ എന്ത് ചെയ്യും പറ, ആയിരിക്കും കേട്ടോ. ദ സെയിം നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇവിടുത്തെ സംഖ്യ ഏതാ, 6/72 അല്ലേ. കഴിഞ്ഞ LD മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 6/72 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എഴുതണം. 6ന് എത്ര വലിയ പവർ തന്നാലും 1ൻ്റെ പ്ലേസിലെ സംഖ്യ അവിടെ ആര് തന്നെ ആയിരിക്കും കേട്ടോ, ദ സെയിം നമ്പർ 6 അതേ സംഖ്യ തന്നെ ആയിരിക്കും. ഏതൊക്കെ നമ്പേഴ്സിന് ആ പ്രത്യേകതയുള്ള 0നും 1നും 5നും 6നും ആണ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്ക് 11/16 11/16. അപ്പം 11/16 ആണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് ആയ 1/69 മാറ്റി എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ. നമുക്ക് 11/16 ആണ് നമ്മൾ കണ്ടുപിടിക്കില്ല. നേരത്തെ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കത്തിലോട്ട് മാറ്റി എഴുതി. അതുപോലെ ഇവിടെ 1/16 ആണ് നമുക്ക് മാറ്റി എഴുതിയ. ഒന്നല്ലേ സംഖ്യ വന്നേ. നമ്മൾ പഠിച്ച 4 നമ്പേഴ്സിൻ്റെ കാറ്റഗറിയിലല്ലേ ഇതുള്ളത്. ഏതില്ല, 0 1 5 6 കണ്ട. അതിൽ 1 ആണ് അല്ലേ. 1ന് എത്ര വലിയ പവർ വന്നാലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ അത് ആരാണെന്ന് ചോദിച്ചാൽ അത് ദ സെയിം നമ്പറായ ആരെ തന്നെ എഴുതാൻ കഴിയൂടെ പറ, 1 എന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ എളുപ്പമാണ്, ഇത് എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. എന്താണ് പറ, 45 എന്താണ് 106 ആണ് അല്ലേ. എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ചെയ്ത്. അപ്പോൾ 45 എന്താണ് പറ, 106 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി 5/106 എന്ന് എന്ത് ചെയ്യണം പറ, മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ 5/106 എന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം പറ, റീഡേറ്റ് എഴുതിയാൽ മാറ്റി എഴുതിയാൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ആരാണ് പറ, 5 ആണ്. അപ്പോൾ 5 ആണ് ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എങ്കിൽ ഈ 5 ഇത് എപ്പോഴും എത്ര വലിയ പവർ ആയാലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ദ സെയിം നമ്പറായ ആര് തന്നെ ആയിരിക്കും പറ, 5 തന്നെ ആയിരിക്കും കേട്ടോ. അതിലൊരു കാരണവശാലും മാറ്റില്ല കേട്ടോ. അപ്പോൾ അതിന് ഏതൊക്കെ സംഖ്യകളാണ് ഇതേ ക്വാളിറ്റി ഉള്ളത്, അത് 0ന് 1ന് 5ന് 6നാണ് കേട്ടോ. ഏതൊക്കെ സംഖ്യകൾക്കാണ് 0 1 5 6 എന്നീ സംഖ്യകൾക്ക് എത്ര വലിയ പവർ തന്നാലും യൂണിറ്റ് ഡിജിറ്റ് ദ സെയിം സംഖ്യ അതേ സംഖ്യ തന്നെ എന്ത് ചെയ്യും പറ, ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിതിൽ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം പറ, ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ചെയ്തത് ഓരോ ടേം വെച്ചിട്ടാണ് അല്ലേ, ശരിയല്ലേ. ഇനി ഈ ഓരോ ടേമിന് നമ്മൾ ഗുണിക്കുമ്പോൾ എന്ത് വരും, കൂട്ടുമ്പോൾ എന്ത് വരും, കുറയ്ക്കുമ്പോൾ എന്ത് വരും, ഈ 3 കാൽക്കുലേഷനുള്ളൂ. ഹരണമില്ല. ഗുണനം ആഡ് ചെയ്യണത് അഡിഷനും പിന്നെ സബ്സ്ട്രാക്ഷനും. ഓക്കെ അല്ലേ. ഗുണനവും പിന്നെ എന്താണ് പറ, അഡിഷനും സബ്സ്ട്രാക്ഷനും. അത് 3 എണ്ണമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ഒറ്റയുടെ സ്ഥാനത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം പറ, പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാമല്ലോ. അതാ ഇവിടെ കണ്ട 8/75 ഇൻറ്റു 9/76 ഇൻറ്റു 3/78 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് കണ്ട. ക്വസ്റ്റ്യൻ കണ്ടടെ എന്താ ക്വസ്റ്റ്യൻ, 8/75 ഇൻറ്റു 9/76 ഇൻറ്റു 3/78 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് സൈഡിലോട്ട് എടുത്ത് എഴുതാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ സൈഡിലോട്ട് എടുത്ത് എഴുതിയപ്പം നോക്കിയോ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ.
ദാ 8 റൈസ് ടു എന്താണ് പറ 75 അല്ലേ, 8 റൈസ് ടു 75. ഓക്കെ, അടുത്ത് ഇൻറ്റു അടുത്ത ഏതാ സംഖ്യ 9 റൈസ് ടു 76, 9 റൈസ് ടു 76 ഇൻറ്റു അടുത്ത് 3 റൈസ് ടു ആണ് കേട്ടോ, 3 റൈസ് ടു എന്താണ് പറ 78 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കണം എത്ര ടേം ഉണ്ട് ഈ ക്വസ്റ്റനിൽ, 3 ടേം ഉണ്ട്. ആ 3 ടേമിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് കാൽക്കുലേഷൻ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ കാൽക്കുലേഷൻ ക്ലിയർ ചെയ്യുമ്പോഴേ ഇത് ക്ലിയർ ആയിട്ട് വേണം അങ്ങോട്ട് പോയി. 8 റൈസ് ടു 75ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടെത്തി അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മാത്രമേ നമ്മളിവിടെ ചെയ്യൂ. ഇതാണ് നമ്മളെ മെയിൻ പാർട്ട്. ഇതിൽ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ 8 റൈസ് 75 നമ്മളിതാ ഇവിടെയാണ് എന്ത് ചെയ്യാൻ പോകണം പറ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ 75 നിങ്ങൾക്ക് അറിയാം എത്ര കൊണ്ട് ഹരിക്കേണ്ടത്, 4 കൊണ്ട് ഹരിക്കണം അല്ലേ. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 4 4 ശിഷ്ടം 3 5 ആണ്, 4 8 32 ആണ്, 4 8 32 ശിഷ്ടം എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ശിഷ്ടം എത്രയെന്ന് എഴുതാൻ പറ 3 എന്ന്. അപ്പോൾ ശിഷ്ടം 3 എന്ന് വന്നാൽ 8 റൈസ് 75 നമുക്ക് മാറ്റി 8 റൈസ് എന്തെന്ന് എഴുതാടാ പറ 3, കാരണം മൂന്നാമത്തെ ലൈനിലാണ് പറഞ്ഞത്. അപ്പോൾ 8 റൈസ് 3യുടെ വില കണ്ടുപിടിക്കണം. 8ൻ്റെ ക്യൂബ് 8 × 8 × 8 ആണ് അല്ലേ, ശരിയല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക് 8 × 8 64 × 8 അല്ലേ, ശരിയല്ലേ. അപ്പം 4 × 8 മതിയില്ല, 4 8 32. അപ്പോൾ 32 ആണെങ്കിൽ അവിടെ യൂണിറ്റ് ഡിജിറ്റാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ പറഞ്ഞാൽ 2 എന്നാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ ഗുണിച്ചാൽ ഇപ്പോൾ 8ൻ്റെ ക്യൂബ് നിങ്ങൾ എടുക്കുമ്പോൾ 512 എന്നാണ് നിങ്ങൾക്ക് കിട്ടുമെങ്കിലും യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് 2 എന്ന് എഴുതണം കേട്ടോ. നമുക്ക് ഇത് വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. അപ്പോൾ ആദ്യത്തെ 8 റൈസ് ടു 75ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ് പറ 2 എന്നാണ് കേട്ടോ. എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് 2 എന്നേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് 9 റൈസ് ടു 76 എന്നാണ് നമ്മൾ എന്ത് ചെയ്യണം പറ എഴുതിയത് വേണ്ട, ശരിയല്ലേ. അപ്പോൾ 9 റൈസ് ടു 76 നമുക്ക് 76നെ ഇനി എന്ത് ചെയ്യാറുണ്ട് പറയടാ 4 കൊണ്ട് ഹരിക്കാണ്ട് അല്ലേ, ശരിയല്ലേ. 76നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 4 4 ശിഷ്ടം 3 6 ആണ്, 4 9 എത്രയാണ് പറ 36 ആണ്, റിമൈൻഡർ 0 ആണ്. അപ്പോൾ റിമൈൻഡർ 0 എന്നാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ആ സംഖ്യ റൈസ് ടു 4 എന്ന് ഇതിന് എന്ത് ചെയ്യാൻ പറ ചേഞ്ച് ചെയ്ത് എഴുതാം. 9 റൈസ് ടു 76നെ 9 റൈസ് ടു 4 എന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ 9 × 9 × 9 × 9 എന്ന് മാറ്റാം കേട്ടോ. ഓക്കെ അല്ലേ. 9 റൈസ് ടു 4 ആണല്ലോ. അപ്പോൾ 9 റൈസ് ടു 4 9 × 9 81 ആണ്, ഇൻറ്റു വീണ്ടും 9 × 9 എന്ന് പറഞ്ഞാൽ 81 ആണ് അല്ലേ. അപ്പോൾ അതിൽ 1 മാത്രം മതിയില്ല, 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ വരും. അപ്പോൾ അവിടെ എങ്ങനെയാണെങ്കിൽ 9 റൈസ് ടു 76ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് അവിടെ കിട്ടണം എന്താണ് പറ 1 എന്നാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് 3 റൈസ് ടു 78 കണ്ടുപിടിക്കേണ്ട അല്ലേ, ശരി. ഇതാ 3 റൈസ് ടു 78 ഇതാ ഇവിടെ കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. നോക്കിയോ 3 റൈസ് ടു 78 ആണ് കണ്ടുപിടിക്കുന്നത്. 3 റൈസ് ടു 78. അപ്പോൾ 3 റൈസ് ടു 78 ആകുമ്പോൾ നമുക്ക് 78നെ ഇനി എത്ര കൊണ്ട് ഹരിക്കണം കേട്ടോ 4 ഉണ്ട് അല്ലേ, ശരി. അപ്പോൾ 1 4 4 ശിഷ്ടം 3 8 ആണ്. അടുത്ത് നമ്മൾ എന്താ ചെയ്യുക 4 9 36 റിമൈൻഡർ കിട്ടിയ 2 എന്നാണ് കേട്ടോ. റിമൈൻഡർ 2 എന്ന് കിട്ടി. അപ്പോൾ റിമൈൻഡർ 2 എന്നാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കിത് 3 റൈസ് ടു 2 എന്ന് മാറ്റി എഴുതാം. 3 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്, ദാറ്റ് ഈസ് 3² 9 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് വരിക 9 ആണ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ 3 ടേംസ് ഉണ്ട്. ആ 3 ടേംസിനെ നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യും പറയും യൂണിറ്റ് ഡിജിറ്റ് കണ്ടെത്തും. ആ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെയാണ് കണ്ടെത്താറ്. അങ്ങനെ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടെത്തിയ ശേഷം ഈ യൂണിറ്റ് ഡിജിറ്റുകൾ തമ്മിൽ എന്ത് ഓപ്പറേഷനാണോ അവിടെ പറഞ്ഞെങ്കിൽ അതങ്ങ് ചെയ്താൽ അതേണ്ട ഇവിടെ ഗുണനോട് പറഞ്ഞാൽ അതിങ്ങ് ഇവിടെ ഗുണിച്ചാൽ മതി. 2 × 1 2 2 9 9 × 2 എത്രയാണ് 18 ആണ്. 18 ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ യൂണിറ്റ് ഡിജിറ്റ് അല്ലേ, ശരി. ആ യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്കിപ്പോൾ കിട്ടിയത് ആരാണ് 8 എന്നാണ്. നമുക്ക് ഇവിടുത്തെ ആൻസർ എന്തെന്ന് എഴുതാൻ പറ്റൂടാ പറ 8 എന്ന് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു എഴുതാനായിട്ട് നമുക്ക് കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് നമുക്കിവിടെ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. 3 ടേം ഉണ്ടായിരുന്നു. അപ്പോൾ 3 ടേമിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചേ. ഇതാണ് ഒരു ടേമിൻ്റെത്, ഇത് രണ്ടാമത്തെ ടേമിൻ്റെ, അവിടെ മൂന്നാമത്തെ ടേമിൻ്റെ വേണ്ട. ഓക്കെ, കാൽക്കുലേഷൻ ഇപ്പുറത്തുണ്ട്. ഇത് 3 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ അവിടെ എന്ത് ചെയ്തേട്ടാ പറ ക്ലിയർ ചെയ്തേട്ടാ. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യണം പറ പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഇത് നിങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം പറ ക്ലിയർ ആവണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം കേട്ടോ. ഇതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാ ഇവിടെയാണ് 84 റൈസ് ടു എന്താണ് പറ 15 അല്ലേ 15. ഓക്കെ, അടുത്ത് ഇൻറ്റു അടുത്ത് 95 ഉണ്ടാ 95 റൈസ് ടു 86 ഇൻറ്റു അടുത്ത് 32 റൈസ് ടു എന്താണ് പറ 48 ആണ് അല്ലേ. ഇതല്ലേ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകണം പറ ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാടേ ഇത് വലിയ നമ്പറാണ്. വലിയ നമ്പറിൻ്റെ ആവശ്യമില്ല, എല്ലാത്തിലും യൂണിറ്റ് ഡിജിറ്റ് മതി. നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ട. അപ്പോൾ 4 റൈസ് ടു 15 ഇൻറ്റു അടുത്ത് 5 റൈസ് ടു എന്താണ് പറ 86 ഇൻറ്റു അടുത്ത് 32ലെ 2 റൈസ് ടു എന്താണ് പറ 48 നമുക്ക് യൂണിറ്റ് ഡിജിറ്റിലോട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്തത്. ഇനി ഓരോ ടേമും നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ആദ്യത്തെ ടേം ഏതാ 4 റൈസ് ടു 15 ആണ് കേട്ടോ, ശരിയല്ലേ. അപ്പോൾ 4 റൈസ് ടു 15ലെ 15 ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത് പറ ഹരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 15 ഹരിച്ച് നോക്കിയാൽ 15 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 3 12 റിമൈൻഡർ 3 എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ റിമൈൻഡർ 3 എന്ന് കിട്ടിയാൽ നമുക്ക് സംഖ്യ റൈസ്
3 എന്ന് മാറ്റി എഴുതാം. 4/3 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്യൂബാണ്. 4 × 4 × 4 4 × 4 എന്താണ് പറ 16 ആണ്. 16 × 4 എന്ന് പറഞ്ഞാൽ 64 ആണ്. 64ലെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് അവിടെ കിട്ടി 4 എന്ന് കിട്ടി. കണ്ട എത്രയും നീട്ടിയുടെ പറ 4 എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്ത് പറ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 4/15 യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 4 കിട്ടി. ഇനി അടുത്ത സംഖ്യ നിങ്ങൾ നോക്ക്. രണ്ടാമത്തെ സംഖ്യ ഇതല്ലേ 5 എന്താണ് പറ 86 ആണ്. 5/86 5 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ സപ്പോർട്ടിന് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മ വേണ്ട 0 1 5 6 ഇതിൽ എത്ര വലിയ പവർ വന്നാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആര് തന്നെ പറ 5 തന്നെ. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ട നമുക്കത് അവിടെ എന്ത് ചെയ്യണം പറ അറിയാമെന്നുള്ളതുകൊണ്ട് നേരെ അപ്ലൈ ചെയ്തേണ്ട. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത് 2/48. അപ്പോൾ 2/48 ആണ് തന്നിങ്ങനെ. അപ്പോൾ ഇനി നമുക്കവിടെ 48ന് എത്ര ഉണ്ട് ഹരിക്കണം അവിടെ 4 ഉണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ ഒരു 4 റിമൈൻഡർ 0 8ൽ 4 2 തവണ 8 റിമൈൻഡർ 0 കിട്ടിയല്ലേ. അപ്പോൾ ശിഷ്ടം നമുക്കിവിടെ 0 എന്നാണ് കിട്ടിയത്. അപ്പോൾ 2 റിമൈൻഡർ 0 കിട്ടിയത് തന്നെ 4th ലൈനിൽ 4 എന്ന് എഴുതി അല്ലേ. അപ്പോൾ 2/4 ആണെങ്കിൽ 2 × 2 4 4 × 2 8 ആണ്. 8 × 2 ദാറ്റ് ഈസ് 16 എന്ന് ഇവിടെ കിട്ടും. കണ്ടോ എത്രയെന്ന് ഇവിടെ പറ 2/4 എന്ന് പറഞ്ഞാൽ 16 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. 16ലെ യൂണിറ്റ് ഡിജിറ്റ് ആയ 6 നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എന്ത് ചെയ്യാം പറ എഴുതാം. കണ്ടോ ഓക്കെ അല്ലേ. ഇനി എല്ലാത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടിയാൽ അതിൽ എന്ത് ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത് ഗുണനമാണ്. അപ്പം ഗുണനമാണ് പറഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം പറ ഗുണിക്കാം. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് 4 4 × 5 20 20 × 6 എന്ന് പറഞ്ഞാൽ 120 കിട്ടും. 120ലെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ആൻസർ എത്രയെന്ന് എഴുതാൻ പറ 0 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും പറ എഴുതാൻ പറ്റും. കേട്ടോ അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്കിവിടെ എന്ത് എഴുതാൻ പറ 0 എന്ന് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് കഴിയും. കണ്ട ക്ലിയർ ആയേ പറഞ്ഞാലും ക്ലിയർ ആണല്ലോ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗുണനമാണല്ലോ ചെയ്തത്. അടുത്ത് നമ്മൾ ഇതിൻ്റെ പ്ലസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ പ്ലസ് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്കിവിടെ എന്ത് ചെയ്യണം പറ നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ. ഇതാണ് പ്ലസ് വരുന്ന ക്വസ്റ്റ്യൻ. കണ്ടേ പ്ലസ് വരുന്ന ക്വസ്റ്റ്യൻ കണ്ട നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ 335/75 26/66 309 എന്നാണ് പറ 45 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നേരത്തെ നമ്മൾ ഗുണിച്ച് ഇവിടെ നമ്മൾ കൂട്ടാൻ പോവുകയാണ്. കൂട്ടുമ്പോഴും സാറേ വലിയ നമ്പറല്ലേ കിടക്കണേ. വലിയ നമ്പർ കിടന്നാലും നമുക്കിപ്പോൾ പ്രശ്നമില്ല. നമുക്ക് ഈ യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റിലോട്ട് മാത്രം നമുക്ക് ഈ സംഖ്യകളൊന്ന് മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. എന്താണ് ക്വസ്റ്റ്യൻ 335 × 75 ആണ് കേട്ടോ ശരിയല്ലേ. പ്ലസ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാ 26 എന്താണ് പറ 66 ആണ് അല്ലേ ശരിയല്ലേ. പ്ലസ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാ 309 എത്രയെന്നാണ് കിടക്കണം പറ 45 എന്നാണ് അല്ലേ ശരിയല്ലേ. ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം പറ പോകണം കേട്ടോ. ഇതിൻ്റെ നടുക്കുള്ള ഓപ്പറേഷനിൽ മാത്രമേ മാറ്റുള്ളൂ. ടേം 3 പോലെ തന്നെ. അപ്പോൾ ഇത്രയും വലിയ സംഖ്യയുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് ഡിജിറ്റ് മാറ്റി എഴുതാം. 5/75 ആണ്. അടുത്ത് 6 എന്താണ് പറ 66 ആണ്. പ്ലസ് അടുത്ത് 9/45 ആണ്. അങ്ങനെ നമ്മൾ ഈ സംഖ്യകളൊന്നും എന്ത് ചെയ്താൽ പറ മാറ്റി എഴുതി കേട്ടോ ശരിയല്ലേ. ഇനി യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. ഓരോ ടേമായിട്ട് കണ്ടുപിടിക്കാവേ. 5/75 യൂണിറ്റ് ഡിജിറ്റിൽ ആര് തന്നെ പറ 5 തന്നെ. മാറ്റം ഉണ്ടാടേ ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ 0 1 5 6 എന്നീ സംഖ്യകൾക്ക് എത്ര വലിയ പവർ വന്നാലും യൂണിറ്റ് ഡിജിറ്റ് അതേ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടി അത് 5 ആണ് കേട്ടോ. അടുത്ത സംഖ്യ നമുക്ക് സപ്പോർട്ടിനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ 6/66 യൂണിറ്റ് ഡിജിറ്റ് കണ്ണും കൂട്ടി എഴുതാം. യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ എത്ര തന്നെയാണ് പറ 6 തന്നെ അല്ലേ. കാരണം നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിലുള്ള സംഖ്യ തന്നെയാണ് ഇതും കണ്ട 0 1 5 6 യൂണിറ്റ് ഡിജിറ്റിൽ എത്ര വലിയ പവർ വന്നാലും യൂണിറ്റ് ഡിജിറ്റിൽ അതേ സംഖ്യയായ 6 തന്നെ ഇവിടെ എന്ത് ചെയ്യും പറ വരും കണ്ട ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ടേം കണ്ടുപിടിക്കണം 9/45 ഇത് മാത്രം നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ 4/45 നമ്മൾ 4 ഉണ്ടായിരിക്കും അല്ലേ ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 4 4 ശിഷ്ടം 0 5 താഴെഴുതിയാൽ വീണ്ടും 1 4 4 റിമൈൻഡർ നമുക്ക് എത്രയെന്ന് കിട്ടിയാൽ പറ 1 കിട്ടി അല്ലേ ശരിയല്ലേ. അപ്പോൾ 45ൽ റിമൈൻഡർ 1 കിട്ടിയ 1ൻ്റെ പ്ലേസിലെന്ന് പറഞ്ഞാൽ 9/1 എന്നാണ് ഇവിടെ ആൻസർ. 9/1 എന്ന് പറഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് പ്ലേസ് ആര് തന്നെ 9. അപ്പോൾ ഇനി കിട്ടിയ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എല്ലാം കിട്ടിയെങ്കിൽ 3 ടേമിൻ്റെയും യൂണിറ്റ് പ്ലേസ് കിട്ടിയെങ്കിൽ ഈ അവയിൽ ഏത് ഓപ്പറേഷനാണോ പറഞ്ഞിരിക്കുന്നത് ആ ഓപ്പറേഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ ചെയ്താൽ മതി അല്ലേ. ഇവിടെ അഡീഷനാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. 5 6 11 11 9 കൂടെ കൂട്ടിയാൽ നമുക്ക് 20 എന്നാണ് കിട്ടണേ. 20ൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ മാത്രം നമുക്ക് മതി. ഒറ്റയുടെ സംഖ്യ മാത്രം മതി. ഒറ്റയുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് എന്നാണ് പറയുക. ആ യൂണിറ്റ് ഡിജിറ്റ് നമുക്കിവിടെ എന്ത് ആൻസറാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ 20 എന്നാണ് കിട്ടിയത്. അപ്പോൾ 20 എന്ന് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻസർ എന്തെന്ന് എഴുതാടാ പറ 0 ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും പറ എഴുതാൻ പറ്റും കണ്ട ഓക്കെ അല്ലേ. അപ്പോൾ പ്ലസ് അല്ലേ നമ്മളിവിടെ ചെയ്ത പ്ലസ് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് കേട്ടോ. ഓപ്പറേഷനിൽ മാത്രമേ മാറ്റമുള്ളൂ. വേറെ ചെയ്യുന്ന രീതിക്കൊന്നും ഇവിടെ ഒരു കാരണവശാലും എന്ത് വരില്ല പറ മാറ്റം വരാനായിട്ട് പോകുന്നില്ല കേട്ടോ ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എന്താ പ്ലസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ പോവുകയാണ്. പ്ലസ് വരുന്ന ക്വസ്റ്റ്യൻ എന്താ ഇവിടെയാണ് കേട്ടോ ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കടാ 73/15 21/11 അടുത്ത് 98 എന്താണ് പറ 34 ഇടയ്ക്കെല്ലാം പ്ലസ് ആണ് എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത് അല്ലേ ശരിയല്ലേ. എങ്ങനെയാണ് ചെയ്യണേ സ്പീഡ് ചെയ്തോ നിങ്ങൾക്കും കൂടെ ചെയ്യാമല്ലോ. 73/15 ഓക്കെ. അടുത്ത് എന്താ ചെയ്യുക പ്ലസ് 21 എത്ര വരും ഇവിടെ പറ 11 കണ്ട 11 പ്ലസ്
അടുത്ത് എന്താ വരിക 98 റൈസ് ടു എത്രയാണ് വരിക പറ 34 ആണ് അല്ലേ ശരിയല്ലേ. അപ്പോൾ ഇതിൽ യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആകുമ്പോൾ 3 റൈസ് ടു 15 ആവും പ്ലസ് 1 റൈസ് ടു എന്താവും പറ 11 ആവും പ്ലസ് 8 റൈസ് ടു എന്താവും പറ 34 ആവും അല്ലേ ശരിയല്ലേ. ഓരോ ടേമായിട്ട് കണ്ടുപിടിക്കാം. 3 റൈസ് ടു 15 3 റൈസ് ടു 15 15ന് നമ്മൾ എത്ര കൊണ്ട് ഹരിക്കും 4 കൊണ്ട് ഹരിക്കും അല്ലേ. 4 3 12 റിമൈൻഡർ ശിഷ്ടം 3 ആണ്. റിമൈൻഡർ 3 കിട്ടിയാൽ സംഖ്യ റൈസ് ടു 3 എന്ന് മാറ്റി എഴുതി 3ൻ്റെ ക്യൂബ് 27 ആണ്. 27 ആണെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. ആ 7 എടുത്ത് ഇങ്ങോട്ട് എഴുതി അല്ലേ ശരിയല്ലേ. ഇനി രണ്ടാമത്തെ ടേം നോക്ക് 1 റൈസ് ടു 11 ആണ്. അപ്പോൾ അതങ്ങ് അപ്പുറത്ത് കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിറ്റ് ഡിജിറ്റ് നമുക്കറിയാം അല്ലേ 0 1 5 6 എന്നീ സംഖ്യകൾക്ക് എത്ര വലിയ പവർ വന്നാലും യൂണിറ്റ് ഡിജിറ്റ് ദ സെയിം നമ്പർ തന്നെ. അപ്പോൾ ഇവിടെ 1 എന്നാണ് കിട്ടി അല്ലേ. ഇനി അടുത്തൊരു 8 റൈസ് ടു 34 അത് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. 8 റൈസ് ടു 34 34ന് നമ്മൾ എന്ത് ചെയ്യണം 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 4 8 32 ആണ്. റിമൈൻഡർ 2 നീട്ടി. റിമൈൻഡർ 2 നീട്ടി നമുക്ക് 8ൻ്റെ സ്ക്വയർ 8 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 64 ആണ്. 64ലെ യൂണിറ്റ് ഡിജിറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് നമുക്ക് 4 എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്കത് കൂട്ടാം. 7 1 8 ആണ്. 8 4 എത്രയെന്ന് എഴുതാം പറ 12 നീട്ടും. ഈ 12ലെ യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒറ്റയുടെ സംഖ്യ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം പറ 2 എന്ന് എഴുതാം. 2 ആണ് ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് ഏടാ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ നമുക്ക് ആൻസർ എത്രയെന്നാണ് എഴുതാൻ കഴിയണേ 2 എന്നാണ് എന്ത് ചെയ്യാൻ പറ്റണം പറ എഴുതാനായിട്ട് നമുക്ക് കഴിയണം കേട്ടോ. ഓക്കെ ക്ലിയർ ആയില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിലെ ഇപ്പം നമ്മൾ ഗുണനവും പ്ലസ്സും പഠിച്ചല്ലേ ശരിയല്ലേ. ഗുണനവും പ്ലസ്സും പഠിച്ച് നമ്മൾ അടുത്തതിൻ്റെ മൈനസിലെ ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യണം പറ പോവേണം കേട്ടോ. ഓക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട 31 റൈസ് ടു 110 മൈനസ് 25 റൈസ് ടു 98 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏത്. ക്വസ്റ്റ്യൻ കണ്ടേ 31 റൈസ് ടു 110 മൈനസ് എന്താണ് പറ എന്താണ് 25 റൈസ് ടു 98 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. നോക്ക് ഞാൻ ഇവിടെ എഴുതാണ് 31 റൈസ് ടു 110 മൈനസ് 25 റൈസ് ടു 98 ഇതാണ് നമ്മളിവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ ശരിയല്ലേ. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആകുമ്പോൾ ഇവിടെ 1 ആണ് വരിക. 1 റൈസ് ടു 110 മൈനസ് 5 റൈസ് ടു എന്താണ് പറ 98 ആണ് അല്ലേ. ഇത് ഞാൻ ഇവിടെ എഴുതിയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് അറിയാവുന്ന നമ്പേഴ്സാണ് 0 1 5 6 അതിൽ 1 5 ആണ് അല്ലേ. എത്ര വലിയ പവർ ആയാലും യൂണിറ്റ് ഡിജിറ്റ് അതേ സംഖ്യ തന്നെ വരും. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് വരുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സംഖ്യ നമുക്ക് എന്തെന്ന് തന്നെ എഴുതാം പറ 1 എന്ന് തന്നെ എഴുതാം. 1 എന്ന് എഴുതാമെങ്കിൽ ഇവിടെ 1 എങ്കിൽ 1 മൈനസ് എന്ത് തന്നെ വരും പറ 5 ഇതാണ് ആൻസർ അല്ലേ ശരിയല്ലേ. 1 മൈനസ് 5 ആൻസർ -4 ആണെന്ന് നിങ്ങൾ എഴുതല്ലേ കേട്ടോ എഴുതല്ലേ. ഇനി അടുത്ത് ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവണം. അതാണ് പറയണത്. ശ്രദ്ധിച്ചു ഇങ്ങോട്ട് നോക്കിയോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ 71 മൈനസ് 65 ഇത് നിങ്ങൾ ചെയ്യണം എന്ത് ചെയ്യും ഇവിടെ പറ 71 മൈനസ് 65 ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് മൈനസ് ചെയ്യണം പറ കേട്ട് 1 ൽ നിന്ന് 5 പോയി -4 എന്നാണ് എഴുതണേ അല്ല കണ്ട. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ. നമ്മൾ കുറയ്ക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു നമ്പറിൻ്റെ അവസാനം വരുന്ന സംഖ്യകൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറയ്ക്കുമ്പം അവസാനം വരുന്ന സംഖ്യ നമ്മൾ കറക്റ്റ് ചെയ്യണം എങ്ങനെയാണ് ഇതിൽ നിന്ന് കടം എടുക്കുക. അപ്പോൾ ഇത് 6 ആവും. ഇവിടെ 1 എന്നുള്ള എന്താവും പറ 11 ആവും കണ്ട. അപ്പോൾ ഈ 1 11 ആയിട്ട് മാറും അല്ലേ. കടം എടുക്കും കണ്ട. നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും അല്ലേ. കടം എടുക്കും. അങ്ങനെ കടം എടുത്ത് വേണം ഇത് കുറയ്ക്കുക. അപ്പോൾ കടം എടുത്ത് കുറയ്ക്കുമ്പോൾ 1 മൈനസ് 5 കുറയ്ക്കാക്കൂലെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്ന് അതിനെ ഇപ്പുറത്തെ സംഖ്യയിൽ നിന്ന് കടം എടുക്കും പോലെ സങ്കല്പിച്ചിട്ട് 11 ആക്കിയിട്ട് കുറയ്ക്കണം. 11 മൈനസ് 5 ദാറ്റ് ഈസ് 6 ആണ് കേട്ടോ. യൂണിറ്റ് ഡിജിറ്റ് ആരാണ് പറ 6 ആണ്. അപ്പോൾ ഇതിലൊരു ചെറിയ കാര്യം ലാസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറയ്ക്കാൻ കഴിയാത്തൊരു സംഖ്യയാണ് വരണമെങ്കിൽ നമ്മൾ ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞാൽ കടം എടുക്കണം. അപ്പുറത്തെ സംഖ്യയിൽ നിന്ന് കടം എടുക്കണം. കടം എടുക്കുമ്പോൾ ഒരാളെ കടം എടുത്ത് ഇത് 11 ആക്കും കണ്ട ശരിയല്ലേ. 1 ഇപ്പുറത്ത് നമ്മൾ കടം എടുക്കുമ്പോൾ 11 ആക്കൂലേ. ആ 11 കടം എടുത്ത് 11ൽ നിന്ന് 5 കുറച്ച് 6 എന്നാണ് എഴുതേണ്ടത്. അല്ലാതെ 1 മൈനസ് 5 -4 എന്നുള്ള ഉത്തരം നിങ്ങൾ അവിടെ എന്ത് ചെയ്യില്ല പറ എഴുതൽ. ഇവിടുത്തെ ആൻസർ എന്താണ് പറ 6 ആണ് കേട്ടോ. എന്തെന്ന് എഴുതണോടാ 6 എന്ന് എഴുതണം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 86 റൈസ് ടു എന്താണ് പറ 25 അല്ലേ. അപ്പോൾ അതെവിടെ എഴുതണം 86 റൈസ് ടു 25 മൈനസ് 85 റൈസ് ടു 14 വൺസിൻ്റെ പ്ലേസ് ഏതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ യൂണിറ്റ് ഡിജിറ്റിലോട്ട് മാറ്റി എഴുതുമ്പോൾ 6 റൈസ് ടു 25 മൈനസ് 5 റൈസ് ടു 14 ആണല്ലേ ശരിയല്ലേ. 6 റൈസ് ടു 25 6 നമുക്കറിയാവുന്ന സംഖ്യയാണ് അല്ലേ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആരാണ് പറ 6 ആണ്. മൈനസ് 5 റൈസ് ടു എന്താണ് പറ 14 ആണ്. അപ്പോൾ 5 റൈസ് ടു 14 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് ആരാ 5 ആണ് കണ്ടാ ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്താ ഇവിടെ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യല്ല കണ്ടേ 6 മൈനസ് 5 തന്നെയാണ്. 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ് കണ്ടാ. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതാണ് പറ 1 ആണ്. ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ കാര്യം എന്ത് ചെയ്താൽ പറ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ആൻസർ നമുക്ക് എത്രയെന്ന് എഴുതാം 1 എന്ന് എഴുതാനായിട്ട് കഴിയും കണ്ട. ഓക്കെ അല്ലേ. ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാത്തത്. 6 എത്ര വലിയ പവർ വന്നാലും യൂണിറ്റ് ഡിജിറ്റ് 6 തന്നെ. 5 എത്ര വലിയ പവർ വന്നാലും യൂണിറ്റ് ഡിജിറ്റ് 5 തന്നെ. അപ്പോൾ 6 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാനായിട്ട് കഴിയും കണ്ട. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയല്ലേ വരിക 38 റൈസ് ടു 82
47 റൈസ് ടു എന്താണ് പറ 78. അപ്പോൾ നമ്മൾ ഇതാ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് എഴുതുകയാണ്. നമുക്കിത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. 38 റൈസ് ടു 82 മൈനസ് 47 റൈസ് ടു എന്താണ് പറ 78 അല്ലേ, ശരിയല്ലേ. അപ്പോൾ വലുതിൽ നിന്നാണ് ഇവിടെ ചെറുത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കണം പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അങ്ങനെ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് 38 റൈസ് ടു 85 നമുക്ക് ക്വസ്റ്റ്യൻ 8 റൈസ് ടു 82 എന്ന് മാറ്റി എഴുതാം. മൈനസ് 7 റൈസ് ടു 78 എന്ന് എന്ത് ചെയ്യണം മാറ്റി എഴുതാം അല്ലേ, ശരിയല്ലേ. അപ്പോൾ 8 റൈസ് ടു 82 ഓരോ ടേമിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ 8 റൈസ് ടു 82. അപ്പോൾ 8 റൈസ് ടു 82 82 എന്ന് പറയുന്ന പവറിനെ 4 കൊണ്ട് ഹരിക്കും. 4 × 2 8 ആണ്. 0 2 താഴെ പോവില്ല. 0 20 തവണ റിമൈൻഡർ 2 ആണ്. അപ്പോൾ റിമൈൻഡർ 2 ആയെങ്കിൽ നമുക്ക് 8 റൈസ് ടു 2 എന്ന് എഴുതാം. 8 റൈസ് ടു 2ൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 64 ആണ് അല്ലേ, 64. 8ൻ്റെ സ്ക്വയർ 64. 64 യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതി. 4 എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് എഴുതണം കേട്ടോ. അപ്പോൾ 64 യൂണിറ്റ് ഡിജിറ്റ് മതി. യൂണിറ്റ് ഡിജിറ്റ് ആയതുകൊണ്ടാണ് നമ്മളതിനെ ഏതെന്ന് എഴുതിയടാ 4 എന്ന് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്താൽ എഴുതിയത്. ഓക്കെ, മൈനസ് അടുത്ത് രണ്ടാമത്തെ ടേമാണ് അല്ലേ. 7 റൈസ് ടു എന്താണ് 7 റൈസ് ടു 78 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമാണ് കേട്ടോ. അപ്പോൾ 78 എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ടേമിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 1 4 ആണ്. 38 എന്നാണ് വരിക. 4 9 ആണ്. 36 എന്നാണ് വരിക. റിമൈൻഡർ 2 ആണ് കേട്ടോ. അപ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ 7 റൈസ് ടു 78നെ 7 റൈസ് ടു റിമൈൻഡർ 2 എന്നാണല്ലോ കിട്ടിയത്. അപ്പോൾ റിമൈൻഡർ 2 എന്ന് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് 7 റൈസ് ടു 2 രണ്ടാമത്തെ ലൈനിൽ എന്ന് എഴുതാം അല്ലേ. 7 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ വാല്യൂ 49 ആണ്. അപ്പോൾ 49ൽ എന്ത് എഴുതാം 9 എഴുതാം കേട്ടോ. അപ്പോൾ 9 ആണ്. അപ്പോൾ 9 നമുക്ക് ഇവിടെ എങ്ങനെ കുറയ്ക്കാം? അപ്പോൾ എങ്ങനെയാണ് കുറയ്ക്കണം നോക്ക്, നിങ്ങൾ നോക്കൂ. 4 ൽ നിന്ന് 9 കുറയ്ക്കണം കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സംഖ്യ വലിയൊരു സംഖ്യ ആയിരിക്കും. അതിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 4 എന്ന് പറഞ്ഞാൽ 14 ആവും. 14 മൈനസ് 9 ആണല്ലേ, ശരിയല്ലേ. 9 10 11 12 13 14 റിമൈൻഡർ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് 5 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇവിടുത്തെ സംഖ്യ 64 ആണ്, ഇവിടുത്തെ സംഖ്യ 49 ആണ് അല്ലേ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 64ൽ നിന്ന് 49 നമ്മൾ കുറയ്ക്കണം അല്ലേ കണ്ട. അപ്പോൾ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇത് 5 ആവും. 6ൽ നിന്ന് 1 എടുക്കാം. ഇവിടെ എന്താവും 14 എന്നാവും അല്ലേ കണ്ട. 14 എന്നല്ലേ വരുന്നത്. അപ്പോൾ അത് ക്യാരി ഫോർവേഡാണ് നമ്മൾ ചെയ്തത് കണ്ട. ക്യാരി ഫോർവേഡ് ചെയ്ത് ഇവിടെ നോക്കടാ. 6ൽ നിന്ന് 1 എടുത്താൽ 4 14 ആയി. അത് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുള്ളൂ എടുത്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയപ്പോൾ അത് 14 മൈനസ് 9 ദാറ്റ് ഈസ് ആൻസർ. നമുക്ക് എത്രയെന്ന് എഴുതാം 5 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ കഴിയും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യനാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത് പറഞ്ഞോ. ഇതിൽ ഈ യൂണിറ്റ് ഡിജിറ്റിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കുമ്പം പ്രാക്ടീസ് ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല മറക്കേണ്ടതായിട്ട് വരില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 5am ക്ലബ്ബ് മുഴുവൻ കണ്ട എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ എൻ്റെയും പേരിൽ താങ്ക് യു.